നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് ലൈഫ് സയൻസിൻ്റെ ജീവശാസ്ത്രത്തിൻ്റെ ഭാഗത്തുള്ള പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. SCERT പാഠഭാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള പ്രധാന വിവരങ്ങളാണ്. പരീക്ഷ എത്തിയ സാഹചര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് ഈ പകർച്ചവ്യാധികളെന്ന് നോക്കിയാൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് നമ്മൾ പകർച്ചവ്യാധികളെന്ന് പറയുന്നത് അല്ലേ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളാണ് എന്ത്? പകർച്ചവ്യാധികൾ. നമുക്ക് പകരുന്ന രീതിയും രോഗങ്ങളും ഒന്ന് പരിശോധിക്കാം. കാരണം നമ്മളോട് പരീക്ഷയിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മലമ്പനി പകരുന്ന രീതി ഓപ്ഷൻ കൊതുക് മുഖേന, വായുവിലൂടെ, വെള്ളത്തിലൂടെ, സമ്പർക്കം മൂലം, ഇങ്ങനെയൊക്കെ ഓപ്ഷൻസ് തരും. അപ്പോൾ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ജലദോഷം, ചിക്കൻ പോക്സ്, മീസിൽസ്, ക്ഷയം. ഇതൊക്കെ എങ്ങനെയാണ്? വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ജലദോഷം, ചിക്കൻ പോക്സ്, അഞ്ചാം പനി, ക്ഷയം. വെള്ളത്തിലൂടെയും ആഹാരത്തിലൂടെയും പകരുന്ന രോഗങ്ങളോ? അത് എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം മുതലായവയൊക്കെ വെള്ളത്തിലൂടെയും ആഹാരത്തിലൂടെയും പകരുന്ന രോഗങ്ങളാണ്. ഈച്ച മുഖേന പകരുന്ന രോഗങ്ങൾ നോക്കുകയാണെങ്കിൽ കോളറ, വയറിളക്കം, ഇവയൊക്കെ എന്താണ്? ഇവയൊക്കെ ഈച്ച മുഖേന പകരുന്ന രോഗങ്ങളാണ്. കൊതുകു മുഖേന പകരുന്ന രോഗങ്ങളോ? മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, ഇതൊക്കെ കൊതുകു മുഖേന പകരുന്ന രോഗങ്ങളാണ്. സമ്പർക്കം മുഖേന പകരുന്ന രോഗങ്ങളാണ് ചെങ്കണ്ണ്, കുഷ്ഠം മുതലായവ. ഇവിടെ പ്രധാനപ്പെട്ട കുറച്ച് അടിസ്ഥാന വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ കൊതുകിൻ്റെ മുട്ട വിരിയാനെടുക്കുന്ന സമയം 8 ദിവസമാണ്. നമ്മൾ SCERT പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ട് പറയുകയാണ് 8 ദിവസമാണ്. എണ്ണ ഭക്ഷിക്കുന്ന ബാക്ടീരിയകളാണ് എന്ത്? സൂപ്പർ ബഗുകൾ. സൂപ്പർ ബഗ്സ് എന്ന് പറഞ്ഞാൽ എണ്ണ ഭക്ഷിക്കുന്ന ബാക്ടീരിയകളാണ്. എണ്ണ ചോർച്ച തടയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബാക്ടീരിയയാണിത്. കപ്പലുകളിൽ നിന്നും മറ്റും മൂലമുണ്ടാകുന്ന എണ്ണ ചോർച്ച മൂലം സമുദ്ര മലിനീകരണം ഉണ്ടാകുന്നത് തടയാനായിട്ടാണ് ഇത്തരം സൂപ്പർ ബഗ് ബാക്ടീരിയകളെ ഉപയോഗിക്കുന്നത്. ഈ സൂപ്പർ ബഗുകളെ വികസിപ്പിച്ചെടുത്തത് ജനിതക എഞ്ചിനീയറിങ്ങിലൂടെയാണ്, ജനറ്റിക് എഞ്ചിനീയറിങ്ങിലൂടെയാണ്. ഇന്ത്യൻ വംശജനായിട്ടുള്ള ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ് ഈ ഒരു സൂപ്പർ ബഗുകളെ വികസിപ്പിച്ചത്. ആരാണ്? ആനന്ദ് മോഹൻ ചക്രവർത്തി. അപ്പോൾ പകർച്ചവ്യാധികൾ എന്നാൽ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളാണ്. ജലദോഷം, ചിക്കൻ പോക്സ്, മീസിൽസ്, അഞ്ചാം പനി, ക്ഷയം, ഇവ വായുവിലൂടെ പകരുന്നു. എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം, ഇവ വെള്ളം, ആഹാരം എന്നിവയിലൂടെ പകരുന്നു. കോളറയും വയറിളക്കവും എന്താണ്? ഈച്ച മുഖേനയും പകരുന്നുണ്ട്. മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, ഇവ കൊതുക് മുഖേന പകരുന്നുണ്ട്. ചെങ്കണ്ണും കുഷ്ഠവും സമ്പർക്കം മുഖേന പകരുന്നതാണ്. കൊതുകിൻ്റെ മുട്ട വിരിയാനെടുക്കുന്ന സമയം 8 ദിവസമാണ്. എണ്ണ ഭക്ഷിക്കുന്ന ബാക്ടീരിയകളാണ് സൂപ്പർ ബഗുകൾ. സൂപ്പർ ബഗുകളെ വികസിപ്പിച്ചെടുത്തത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ജനിതക എഞ്ചിനീയറിങ്ങിലൂടെ ഇന്ത്യൻ വംശജനായിട്ടുള്ള ശാസ്ത്രജ്ഞൻ ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ് ഈ സൂപ്പർ ബഗിനെ വികസിപ്പിച്ചെടുത്തത്. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്നാണ്? ദേശീയ പക്ഷി നിരീക്ഷണ ദിനമാണ് നവംബർ 12. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്നാണ്? നവംബർ മാസം 12-ാം തീയതിയാണ്. അത് ഡോക്ടർ സലീം അലിയുടെ ജന്മദിനമാണ്. അപ്പം എന്താണ്? ദേശീയ പക്ഷി നിരീക്ഷണ ദിനം നവംബർ 12 ഡോക്ടർ സലീം അലിയുടെ ജന്മദിനമാണ്. സലീം അലിയുടെ ആത്മകഥ ഏതാണ്? ഒരു കുരുവിയുടെ പതനമാണ് ഡോക്ടർ സലീം അലിയുടെ ആത്മകഥ. അപ്പോൾ ഡോക്ടർ സലീം അലിയുടെ ആത്മകഥയാണ് ഒരു കുരുവിയുടെ പതനം. സലീം അലിയുടെ പ്രശസ്തമായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് ബേർഡ്സ് ഓഫ് ഇന്ത്യയും ബേർഡ്സ് ഓഫ് കേരളയും. ഇത് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് കേട്ടോ. ഈ ബേർഡ്സ് ഓഫ് കേരള ആരുടെ പ്രശസ്തമായ ഗ്രന്ഥമാണ് എന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ സലീം അലിയുടെ പ്രശസ്തമായ ഗ്രന്ഥമാണ് ബേർഡ്സ് ഓഫ് കേരള. ബേർഡ്സ് ഓഫ് കേരളയും ബേർഡ്സ് ഓഫ് ഇന്ത്യയും. കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികൾ ഏതാണ്? കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികളാണ് ഉഭയജീവികൾ. മുട്ടയിടാൻ ദീർഘദൂരം യാത്ര ചെയ്യുന്ന മത്സ്യ ഇനം സാൽമൺ ആണ്. മുട്ടയിടുന്നതിന് വേണ്ടിയിട്ട് ദീർഘദൂരം യാത്ര ചെയ്തു പോയി മുട്ടയിടുന്നത് സാൽമൺ ആണ്.
ചില ജീവികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മാതൃജീവിയോട് സാദൃശ്യമില്ലാത്തവയാണ്. അവ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? അവ ലാർവകൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? ചില ജീവികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മാതൃജീവിയോട് സാദൃശ്യമില്ലാത്തവയാണ്. അവ അറിയപ്പെടുന്നത് ലാർവകൾ എന്നാണ്. ലാർവ അവസ്ഥയിലുള്ള കുഞ്ഞുങ്ങൾ വിവിധ വളർച്ചാഘട്ടത്തിലൂടെ കടന്നുപോയി മാതൃജീവിയോട് സാദൃശ്യമുള്ള രൂപങ്ങളായിട്ട് മാറുന്ന പ്രക്രിയയാണ് രൂപാന്തരണം. എന്താണ്? രൂപാന്തരണം. രൂപാന്തരണം നടക്കുന്ന ജീവികളാണ് ഈ പൂമ്പാറ്റ, തേനീച്ച, തുമ്പി, കൊതുക്, ഈച്ച മുതലായവ. ഇവയ്ക്കൊന്നും മാതൃജീവിയോടൊരു സാമ്യമില്ല അല്ലേ? പുഴുക്കളുടെ ആ രൂപത്തിലൊക്കെ നമ്മൾ കാണാറില്ലേ പലപ്പോഴും. അപ്പോൾ രൂപാന്തരണം നടക്കുന്ന ജീവികളാണ് പൂമ്പാറ്റയും തേനീച്ചയും തുമ്പിയും കൊതുകും ഈച്ചയും ഒക്കെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് എന്താണ് മനുഷ്യ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. പ്ലാസ്മയിലെ ഘടകങ്ങൾ ഏതെല്ലാമാണ്? പ്ലാസ്മയിലെ ഘടകങ്ങൾ ഏതെല്ലാമാണ്? ജലവും പ്ലാസ്മ പ്രോട്ടീനുകളുമാണ് പ്ലാസ്മയിലെ ഘടകങ്ങൾ. ജലവും പ്ലാസ്മ പ്രോട്ടീനുകളും. അതിൽ 90 മുതൽ 92% വരെ ജലം തന്നെയാണ്. ബാക്കിയാണ് പ്ലാസ്മ പ്രോട്ടീനുകൾ. രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? രക്തസമ്മർദ്ദത്തെ ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ആൽബുമിൻ. ഏതാണ്? ആൽബുമിൻ. രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ആൽബുമിൻ. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനോ? അത് ഗ്ലോബുലിനാണ്. അപ്പോൾ രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ രക്തസമ്മർദ്ദത്തെ ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ആൽബുമിൻ. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. മനുഷ്യ ശരീരത്തിൻ്റെ വിവരങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിൽ പ്ലാസ്മയിലെ ഘടകങ്ങളാണ് നോക്കിയത്. ജലവും പ്ലാസ്മ പ്രോട്ടീനുകളുമാണ് അടങ്ങുന്നത്. രക്തസമ്മർദ്ദത്തെ ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ആൽബുമിൻ. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ഫൈബ്രിനോജൻ ആണ് രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ഫൈബ്രിനോജൻ ആണ്. ഏതാണ്? ഫൈബ്രിനോജൻ. മനുഷ്യ ശരീരത്തിൽ ഹൃദയത്തിൻ്റെ സ്ഥാനം എവിടെയാണ്? കൃത്യമായി ഓർത്തു വെക്കുക. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യം ചോദിച്ചാൽ നമുക്ക് ഉത്തരം എഴുതണം. മനുഷ്യ ശരീരത്തിലെ ഹൃദയത്തിൻ്റെ സ്ഥാനം നോക്കുകയാണെങ്കിൽ ഔരസാശയത്തിൽ മാറലിന് പിറകിലായി 2 ശ്വാസകോശങ്ങളുടെയും നടുവിൽ ഇടതുവശത്തേക്ക് അല്പം ചരിഞ്ഞാണ് ഹൃദയത്തിൻ്റെ സ്ഥാനം. എന്താണ്? ഔരസാശയത്തിൽ മാറലിന് പിറകിലായിട്ട് 2 ശ്വാസകോശങ്ങളുടെയും നടുവിലായി ഇടതുവശത്തേക്ക് അല്പം ചരിഞ്ഞാണ് ഹൃദയം മനുഷ്യ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്തരമാണ് പെരികാർഡിയം. ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്തരം ഏതാണ്? പെരികാർഡിയമാണ്. ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലം ഏതാണ്? പെരികാർഡിയം. ഹൃദയമിടിക്കുമ്പോൾ സ്തരങ്ങൾക്കിടയിൽ ഉണ്ടായേക്കാവുന്ന ഘർഷണം കുറയ്ക്കാൻ സഹായിക്കുന്നത് പെരികാർഡിയൽ ദ്രവമാണ്. ഹൃദയമിടിക്കുമ്പോൾ സ്തരങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഘർഷണത്തെ കുറയ്ക്കാൻ സഹായിക്കുന്നത് എന്താണ്? പെരികാർഡിയൽ ദ്രവമാണ്. രക്തക്കുഴലുകൾ എത്ര തരമാണ്? രക്തക്കുഴലുകൾ 3 തരമാണ്. രക്തക്കുഴലുകൾ എത്ര തരമാണ്? 3 തരമാണ്. സിരയും ധമനിയും ലോമികകളും. രക്തക്കുഴലുകൾ എത്ര തരമാണ്? 3 തരമാണ്. സിരകളുണ്ട്, ധമനിയുണ്ട്, ലോമികകളുണ്ട്. നോക്കാം ബ്ലഡ് വെസൽസിനെ പറ്റി. സിര അല്ലെങ്കിൽ വെയിൻ അല്ലേ? രക്തത്തെ ഹൃദയത്തിലേക്ക് സംവഹിക്കുന്നത് എന്താണ്? സിരയാണ്. രക്തത്തെ ഹൃദയത്തിലേക്ക് സംവഹിക്കുന്നത് സിരയാണ്. കനം കുറഞ്ഞ ഭിത്തിയാണിതിന്. വാൽവുകൾ കാണപ്പെടുന്നുണ്ട്. സിരകളിലൂടെ കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തമൊഴുകുന്നത്. സിരകളിലൂടെ എങ്ങനെയാണ്? കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്.
ധമനി നോക്കാം. ധമനി എങ്ങനെയാണ്? ഹൃദയത്തിൽ നിന്ന് രക്തത്തെ സംവഹിക്കുന്നതാണ് ധമനികൾ. അപ്പോൾ രക്തത്തെ ഹൃദയത്തിലേക്ക് സംവഹിക്കുന്നത് സിരകളും ഹൃദയത്തിൽ നിന്ന് രക്തത്തെ സംവഹിക്കുന്നത് ധമനിയുമാണ്. ഇലാസ്തികതയുള്ളതും കനം കൂടിയതുമായ ഭിത്തിയാണ് ധമനികൾക്ക്. എന്നാൽ സിരകൾക്കോ കനം കുറഞ്ഞ ഭിത്തിയാണ്, വാൽവുകൾ കാണപ്പെടുന്നുണ്ട്. ധമനിക്കോ ഇലാസ്തികതയുള്ളതും കനം കൂടിയതുമായിട്ടുള്ള ഭിത്തിയാണ് ധമനികൾക്ക്. ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തമൊഴുകുന്നത്. ഇവിടെ സിരകളിൽ കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തമൊഴുകുന്നത്. എന്നാൽ ധമനികളിലേക്ക് വരുമ്പോഴോ അവിടെ ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തമൊഴുകുന്നത്. എങ്ങനെയാണ്? ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. ഇനി എന്താണ്? ലോമികകൾ നോക്കാം. ലോമികകളിലേക്ക് വരുമ്പോൾ ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴലുകളാണ് ലോമികകൾ. എന്താണ് ലോമികകൾ? ധമനികളെയും സിരകളെയും ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴലുകളാണ് ലോമികകൾ. ഒറ്റ നിര കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഭിത്തിയാണ് ലോമികകൾക്ക്. ഒറ്റ നിര കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഭിത്തിയാണ് എന്തിന്? ലോമികകൾക്ക്. ഭിത്തിയിൽ അതിസൂക്ഷ്മമായ സുഷിരങ്ങളുണ്ട്. എന്താണ്? ഭിത്തിയിൽ എന്താണുള്ളത്? അതിസൂക്ഷ്മമായിട്ടുള്ള സുഷിരങ്ങളാണുള്ളത്. വാൽവുകൾ കാണപ്പെടുന്നില്ല. സിരകളിൽ വാൽവുകൾ ഉണ്ടല്ലേ, എന്നാൽ ലോമികകളിൽ വാൽവുകൾ കാണപ്പെടുന്നില്ല. ഇവിടെ സിരകളിലെ പോലെ കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തമൊഴുകുന്നത്. ധമനികളിൽ അങ്ങനെയാണോ? അല്ല. ധമനികളിൽ എങ്ങനെയാണ്? അവിടെ ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. എന്നാൽ ലോമികകളിലും സിരകളിലും കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. ധമനികളിൽ നിന്ന് സിരകളിലേക്ക് രക്തമൊഴുകുന്നു. ധമനികളിൽ നിന്നും സിരകളിലേക്ക് രക്തമൊഴുകുന്നു. അപ്പോൾ നമ്മൾ സിര എന്താണ്, ധമനി എന്താണ്, ലോമികകൾ എന്താണ് എന്ന് പഠിച്ചു. നമുക്കിനി ഹൃദയത്തിൻ്റെ ഘടനയും പ്രവർത്തനവും ഒക്കെ ഒന്ന് പരിശോധിക്കാം. അപ്പോൾ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് എന്താണ്? സൈനോ ഏട്രിയൽ നോഡാണ്. SA നോഡാണ് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്. സൈനോ ഏട്രിയൽ നോഡാണ് എന്ത്? പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്. SA നോഡ്. സൈനോ ഏട്രിയൽ നോഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വലത് ഏട്രിയത്തിൻ്റെ ഭിത്തിയിലാണ് സൈനോ ഏട്രിയൽ നോഡ് അഥവാ SA നോഡ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ് SA നോഡ്? അത് വലത് ഏട്രിയത്തിൻ്റെ ഭിത്തിയിലാണ്. വലത് ഏട്രിയത്തിൻ്റെ ഭിത്തിയിലാണ് SA നോഡ്. ഹൃദയത്തിൻ്റെ സങ്കോച വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും സ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്നതും SA നോഡാണ്. ഹൃദയത്തിൻ്റെ സങ്കോച വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും സ്പന്ദന നിരക്കിനെ നിയന്ത്രിക്കുന്നതുമൊക്കെ വലത് ഏട്രിയത്തിൻ്റെ ഭിത്തിയിൽ കാണപ്പെടുന്ന SA നോഡാണ്. കൃത്രിമ പേസ് മേക്കർ കണ്ടുപിടിച്ചത് ആരാണ്? വിൽസൺ ഗ്രേറ്റ് ബാച്ച് ആണ്. വിൽസൺ ഗ്രേറ്റ് ബാച്ച് ആണ് കൃത്രിമ പേസ് മേക്കർ കണ്ടുപിടിച്ചത്. ആരാണ്? വിൽസൺ ഗ്രേറ്റ് ബാച്ച്. ഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം എത്രയാണ്? ഹൃദയത്തിന് 4 അറകളാണുള്ളത്. ഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം 4 മനുഷ്യ ഹൃദയത്തിൻ്റെ മുകളിലത്തെ 2 അറകളാണ് ഏട്രിയം. മനുഷ്യ ശരീരത്തിൽ ഹൃദയത്തെ പറ്റി നോക്കുകയാണ്. ഹൃദയത്തിന് 4 അറകളുണ്ട്. ഹൃദയത്തിൻ്റെ മുകളിലത്തെ 2 അറകളാണ് ഏട്രിയം. ഹൃദയത്തിൻ്റെ താഴത്തെ അറകളാണ് വെൻട്രിക്കിൾ. ഇവിടെ വലത് ഏട്രിയത്തിൻ്റെ ഭിത്തിയിലാണ് SA നോഡ് കാണപ്പെടുന്നത് നമ്മൾ പറഞ്ഞു. SA നോഡ് എന്ത് ചെയ്യുന്നു? ഹൃദയത്തിൻ്റെ സങ്കോച വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും സ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്നതും SA നോഡാണെന്ന് പറഞ്ഞു. മനുഷ്യ ഹൃദയത്തിൻ്റെ മുകളിലെ 2 അറകളാണ് ഏട്രിയം. മനുഷ്യ ഹൃദയത്തിൻ്റെ താഴത്തെ 2 അറകളാണ് വെൻട്രിക്കിളുകൾ. ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വാൽവ് ഏതാണ്? ചോദ്യം ശ്രദ്ധിക്കുക. ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന വാൽവാണ് ബൈകസ്പിഡ് വാൽവ്. എന്താണ്? ബൈകസ്പിഡ് വാൽവ്. അത് ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന വാൽവാണ് ബൈകസ്പിഡ് വാൽവ്. വലത് ഏട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നതോ ട്രൈകസ്പിഡ് വാൽവാണ്. അപ്പം ബൈകസ്പിഡ് വാൽവുമുണ്ട്, ട്രൈകസ്പിഡ് വാൽവുമുണ്ട്. ഇതിൽ ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് ബൈകസ്പിഡ് വാൽവ്. വലത് ഏട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന വാൽവാണ് ട്രൈകസ്പിഡ് വാൽവ്. ക്ലിയർ ആയല്ലോ? അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇനി നമുക്ക് വളരെ വേഗത്തിൽ
തെങ്ങുകളുടെ കുറച്ച് സങ്കര ഇനം, 3 സങ്കര ഇനം ഒന്ന് പരിചയപ്പെടാം. ലക്ഷഗംഗ, ആനന്ദഗംഗ, കേരഗംഗ. ഇത് മാതൃപിതൃ സസ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ലക്ഷഗംഗയുടേത് ലക്ഷദ്വീപ് ഓർഡിനറിയും വെസ്റ്റ് കോസ്റ്റ് ടോളും ആണ്. ആനന്ദഗംഗയുടേത് വെസ്റ്റ് കോസ്റ്റ് ടോളും ലക്ഷദ്വീപ് ഓർഡിനറി. ഇത് ഒന്ന് കേരഗംഗ വരുമ്പോൾ മാത്രം വെസ്റ്റ് കോസ്റ്റ് ടോളും ഗംഗാ ബോണ്ടവുമാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഞാനിത് ഈ ഒരു ചിത്രം ഉൾപ്പെടുത്തിയത് ഇവിടെ ലക്ഷഗംഗ, ആനന്ദഗംഗ, കേരഗംഗ ഇത് 3 തെങ്ങിൻ്റെ സങ്കര ഇനമാണെന്ന് മാത്രം ഒന്ന് ഓർക്കുക. ലക്ഷഗംഗ, ആനന്ദഗംഗ, കേരഗംഗ മുതലായവ എന്താണ്? അത് തെങ്ങിൻ്റെ സങ്കര ഇനങ്ങളാണ്. അതൊന്ന് മനസ്സിലാക്കുക. അതുപോലെ ഇപ്പം എന്താ, അത് ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട കാര്യമില്ല. ആ സങ്കര ഇനം തെങ്ങുകളുടെ പേരുകൾ മാത്രം മനസ്സിലാക്കി വെക്കുകയാണ് നമുക്ക് ആവശ്യം. ഇനി നമുക്ക് കുറച്ച് മികച്ച വിത്തിനങ്ങളും അതുപോലെ അവയുടെ ഇനങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ, വിളകളും ഇനങ്ങളും ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ, നെല്ലിൻ്റെ ഇനങ്ങളാണ് പവിത്ര, പ്രിയ, അന്നപൂർണ. ചോദ്യം ഇങ്ങനെയാണ്, അപ്പോൾ ജ്വാലാമുഖി ഏതിനം വിളയാണെന്ന് ചോദിച്ചാൽ പച്ചമുളക്, വെണ്ട, വഴുതന, പപ്പായ ഇങ്ങനെ ഓപ്ഷൻസ് തരും. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ പവിത്ര, പ്രിയ, അന്നപൂർണ ഇവ നെല്ലിൻ്റെ ഇനങ്ങളാണ്. ഏതാണ്? പവിത്ര, പ്രിയ, അന്നപൂർണ. പവിത്ര, പ്രിയ, അന്നപൂർണ നെല്ലാണ്. അതുപോലെ തന്നെ ലക്ഷഗംഗ, ആനന്ദഗംഗ, കേരഗംഗ ഇത് സങ്കര ഇനം തെങ്ങുകളാണ്. ലക്ഷഗംഗ, ആനന്ദഗംഗ, കേരഗംഗ തെങ്ങിൻ്റെ ഇനങ്ങളാണ്. പവിത്ര, പ്രിയ, അന്നപൂർണ നെല്ലിൻ്റെ ഇനങ്ങളാണ്. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക ഇവ പയറാണ്. ജ്വാല, ജ്വാലാമുഖി, അനുഗ്രഹ ഇവയോ പച്ചമുളകിൻ്റെ ഇനങ്ങളാണ്. ജ്വാല, ജ്വാലാമുഖി, അനുഗ്രഹ. വെണ്ടയുടെ ഇനങ്ങളാണ് കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. വെണ്ടയുടെ ഇനങ്ങൾ ഏതൊക്കെയാണ്? കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. വഴുതനയുടെ ഇനമാണ് സൂര്യ, ശ്വേത, ഹരിത, നീലിമ. വഴുതനയ്ക്കും പപ്പായയ്ക്കും ഈ സൂര്യ എന്ന് പറയുന്ന ഇനമുണ്ട് കേട്ടോ, അതൊന്ന് ഓർത്ത് വെക്കുക. തക്കാളിയുടെ ഇനമാണ് ശക്തി, മുക്തി, അനഘ. ശക്തി, മുക്തി, അനഘ. അപ്പോൾ പവിത്ര, പ്രിയ, അന്നപൂർണ ഇവ നെല്ലിൻ്റെ സങ്കര ഇനങ്ങളാണ്. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക പയറാണ്. ജ്വാല, ജ്വാലാമുഖി, അനുഗ്രഹ പച്ചമുളകാണ്. കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി വെണ്ടയാണ്. സൂര്യ, ശ്വേത, ഹരിത, നീലിമ വഴുതനയാണ്. ശക്തി, മുക്തി, അനഘ തക്കാളിയാണ്. സൂര്യ പപ്പായയാണ്. നമുക്ക് കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളിലേക്കൊന്ന് പോയാലോ? പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ, അതും കേരളത്തിലെ പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളാണ്. കേരള കാർഷിക സർവകലാശാല എവിടെയാണ്? മണ്ണുത്തി, തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിയിലാണ് കേരള കാർഷിക സർവകലാശാല. അതുപോലെ തന്നെ കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം അഥവാ CTCRI അത് ശ്രീകാര്യത്താണ്. തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്താണ് കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം അഥവാ CTCRI. ക്ലിയർ ആയല്ലോ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് IISR കോഴിക്കോടാണ്. കോഴിക്കോട് നല്ല ബിരിയാണിയൊക്കെ കിട്ടും. ആ ബിരിയാണിയിൽ എന്താണ്? നമുക്ക് സ്പൈസസ് ചേർക്കണം അല്ലേ? അപ്പോൾ അത് ഓർത്തു വെച്ച് ഇന്ന് കണക്ട് ചെയ്താൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കിട്ടും. അത് ഓർത്തു വെക്കാനും എളുപ്പമാണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എവിടെയാണ്? കോട്ടയത്താണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എവിടെയാണ്? കോട്ടയത്താണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രമോ? CPCRI കാസർഗോഡാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എന്താണ്? CPCRI കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ്. അപ്പം നമുക്ക് ഈ ചോദ്യങ്ങൾ ഒരാവർത്തി കൂടി ഒന്ന് പറഞ്ഞു നോക്കാം. കേന്ദ്ര കാർഷിക സർവകലാശാല മണ്ണുത്തി തൃശ്ശൂർ ജില്ലയിലാണ്. കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം CTCRI ശ്രീകാര്യമാണ്, തിരുവനന്തപുരം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോടാണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയമാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ്. തോട്ടവിള കാസർഗോഡാണ്. ക്ലിയർ ആയല്ലോ? നമുക്ക്
മറ്റു ചില ചോദ്യങ്ങളിലേക്ക് പോകാം. ബാഹ്യാസ്ഥികൂടവും ആന്തരികാസ്ഥികൂടവും ബാഹ്യാസ്ഥികൂടവും ആന്തരാസ്ഥികൂടവും കാണപ്പെടുന്ന ജീവികളാണ് ആമ, ചീങ്കണ്ണി, മുതല മുതലായവ. ഇവയ്ക്ക് ബാഹ്യാസ്ഥികൂടവുമുണ്ട്, ആന്തരാസ്ഥികൂടവുമുണ്ട്. അപ്പോൾ ബാഹ്യാസ്ഥികൂടവും ആന്തരാസ്ഥികൂടവും കാണപ്പെടുന്ന ജീവികളാണ് ആമ, ചീങ്കണ്ണി, മുതല. ശരീരത്തിന് ആകൃതിയും ഉറപ്പും നൽകുന്നത് എന്താണ്? ശരീരത്തിന് ആകൃതിയും ഉറപ്പും നൽകുന്നത് അസ്ഥികളാണ്. തലയോട്ടിയിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഒരേ ഒരു അസ്ഥിയേ ഉള്ളൂ. അതേതാണ്? കീഴ്ത്താടിയെല്ലാണത്. തലയോട്ടിയിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഒരേ ഒരു അസ്ഥി കീഴ്ത്താടിയെല്ലാണ്. ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ലുകൾ ഏതാണ്? ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ലുകളും കീഴ്ത്താടിയെല്ലാണ്. ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ലേതാണ്? കീഴ്ത്താടിയെല്ലാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് തുടയെല്ല്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് തുടയെല്ല്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയോ? അത് സ്റ്റേപ്പിസ് ആണല്ലേ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. ജനിക്കുന്ന സമയത്ത് ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? ഏകദേശം 300ഓളം അസ്ഥികളാണ്. എന്നാൽ പ്രായപൂർത്തിയായ ഒരാളുടെ അസ്ഥികളുടെ എണ്ണം 206 പ്രായപൂർത്തിയായ ഒരാളുടെ അസ്ഥിയുടെ എണ്ണം എത്രയാണ്? 206. നമുക്ക് നോക്കാം ഭാഗങ്ങളും അവയിലെ അസ്ഥികളുടെ എണ്ണവും ഒന്ന് വ്യക്തമായി നോക്കാം. തലയോടിന് 22 അല്ലേ. തലയോടിൽ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 22. വാരിയെല്ല് 24. ഓരോ കാലിലും 30 വീതമാണല്ലേ. അപ്പം എന്താണ്? തലയോടിൽ 22, വാരിയെല്ല് 24, ഓരോ കാലിലും 30 വീതമാണ്. അരക്കെട്ടിലോ അസ്ഥികളുടെ എണ്ണം 2. നട്ടെല്ലിൽ അസ്ഥികളുടെ എണ്ണം 33. ഓരോ കൈയിലും 32. മാറല്ലിൽ ഒരസ്ഥിയുമാണ്. അസ്ഥികളുടെ എണ്ണം പരിശോധിച്ചാൽ തലയോട് 22, വാരിയെല്ല് 24, ഓരോ കാലിലും 30 വീതമാണ്. അരക്കെട്ടിൽ 2, നട്ടെല്ല് 33, ഓരോ കൈയിലും 32, മാറല്ലിൽ ഒരസ്ഥിയുമാണ്. ക്ലിയർ ആയോ? നമുക്കിനി സന്ധികളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വിവരങ്ങൾ നോക്കാം. മൂക്ക്, ചെവി എന്നിവയിൽ കാണപ്പെടുന്ന മൃദുവായിട്ടുള്ള അസ്ഥികൾ ഏതാണ്? മൂക്ക്, ചെവി എന്നിവയിൽ കാണപ്പെടുന്ന മൃദുവായിട്ടുള്ള അസ്ഥികളാണ് തരുണാസ്ഥികൾ. മൂക്കിലും ചെവിയിലും ഒക്കെ കാണപ്പെടുന്ന ആ മൃദുവായിട്ടുള്ള അസ്ഥി ഏതാണ്? തരുണാസ്ഥികളാണ്. അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് അസ്ഥിസന്ധികളാണ്. ഈ അസ്ഥികളെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എന്താണ്? അസ്ഥിസന്ധികളാണ്. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധി ഏതാണ്? ഗോളര സന്ധിയാണ്. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധി ഗോളര സന്ധിയാണ്. ഗോളര സന്ധിയാണ് നമ്മുടെ തോളലിലെ സന്ധി, ഇടുപ്പെല്ല് സന്ധിയൊക്കെ എന്താണ്? അതൊക്കെ ഗോളര സന്ധിയാണ്. വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന സന്ധികളാണ് വിജാഗിരി സന്ധി. അത് നമ്മുടെ കൈമുട്ട്, കാൽമുട്ട് ഇവയിലെയൊക്കെ സന്ധികൾ എന്താണ്? വിജാഗിരി സന്ധിയാണ്. ഒരസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിക്കാൻ കഴിയുന്ന സന്ധികളുണ്ട്. അതാണ് കീലസന്ധി. ഒരസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിക്കാൻ കഴിയും. കീലസന്ധിയുടെ ഉദാഹരണം നോക്കിയാൽ കഴുത്ത്. അതിപ്പോൾ തലയോടും നട്ടെല്ലിൻ്റെ മുകൾ ഭാഗവും ചേരുന്നൊരു ഭാഗമല്ലേ. അപ്പം അതാണ് ഈ കീലസന്ധി. ഒരസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിക്കാൻ കഴിയുന്ന ഒരു സന്ധി ചോദിച്ചാൽ അത് കീലസന്ധിയാണ്. കഴുത്ത് കീലസന്ധിക്ക് ഉദാഹരണമാണ്. അസ്ഥി ഒടിയുന്നത് എന്താണ്? അസ്ഥിഭംഗമാണ് അല്ലേ. അസ്ഥി ഒടിയുന്നത് അസ്ഥിഭംഗമാണ്. അപ്പോൾ മൂക്ക്, ചെവി എന്നിവയിൽ കാണപ്പെടുന്ന മൃദുവായിട്ടുള്ള അസ്ഥികളാണ് തരുണാസ്ഥികൾ. അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് അസ്ഥിസന്ധികളാണ്. ഏറ്റവും കൂടുതൽ ചലനസ്വാതന്ത്ര്യമുള്ള സന്ധിയാണ് ഗോളരസന്ധി. ഗോളരസന്ധിയുടെ ഉദാഹരണമാണ് തോളെല്ല് സന്ധിയും ഇടുപ്പെല്ല് സന്ധിയും. വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന സന്ധിയാണ് വിജാഗിരി സന്ധി. വിജാഗിരി സന്ധിക്ക് ഉദാഹരണമാണ് കൈമുട്ട്, കാൽമുട്ട്. ഒരസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിക്കാൻ കഴിയുന്ന സന്ധിയാണ് ഏത്?
കീലസന്ധി. കീലസന്ധിക്ക് ഉദാഹരണമാണ് കഴുത്ത്. തലയോടും നട്ടലിൻ്റെ മുകൾ ഭാഗവും ചേരുന്നൊരു ഭാഗം. അസ്ഥി ഒടിയുന്നതാണ് എന്ത്? അസ്ഥി ഒടിയുന്നതാണ് ഈ അസ്ഥിഭംഗം എന്ന് പറയുന്നത്. അസ്ഥികളുടെ സ്ഥാനം തെറ്റുന്നതാണെങ്കിലോ സ്ഥാനഭ്രംശമാണ്. അസ്ഥി ഒടിയുന്നതാണ് അസ്ഥിഭംഗം, സ്ഥാനം തെറ്റുന്നത് സ്ഥാനഭ്രംശം. അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം എന്താണ്? ഇത് ചോദിക്കാം. അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം എന്താണ്? കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. നമ്മുടെ കൈകാലുകളിലൊക്കെ ഒടിവുള്ളപ്പോൾ ആ ഒടിവുള്ള എല്ലിനെ നിശ്ചലമാക്കി വെക്കാൻ സഹായിക്കുന്നത് സ്പ്ലിൻ്റ് ആണ്. മരം കൊണ്ടും പ്ലാസ്റ്റിക് കൊണ്ടും ലോഹം കൊണ്ടും ഇവയിൽ ഏതെങ്കിലുമൊക്കെ കൊണ്ട് നിർമ്മിക്കുന്ന ഉറപ്പുള്ള താങ്ങുപലകകളാണ് ഈ സ്പ്ലിൻറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ കൈകാലുകളിലെ ഒടിവുള്ള എല്ല് നിശ്ചലമാക്കി വെക്കാൻ സഹായിക്കുന്നത് സ്പ്ലിൻ്റാണ്. മരം, പ്ലാസ്റ്റിക്, ലോഹം എന്നിവയിൽ ഏതെങ്കിലും കൊണ്ട് നിർമ്മിച്ച ഉറപ്പുള്ള താങ്ങുപലകകളാണ് സ്പ്ലിൻറ്റുകൾ എന്ന് പറയുന്നത്. അസ്ഥികളുടെ സ്ഥാനം തെറ്റുന്നത് സ്ഥാനഭ്രംശമാണ്. അസ്ഥി ഒടിയുന്നത് എന്താണ്? അസ്ഥിഭംഗമാണ്. ക്ലിയർ ആയല്ലോ? അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? നമുക്ക് ബാക്കി ചോദ്യങ്ങളിലേക്ക് പോകാം. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. വൈറ്റമിനുകളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് തന്നെയാണ്. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ ഏതാണ്? കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ചോദിക്കുകയാണെങ്കിൽ കൊഴുപ്പിൽ ലയിക്കുന്നത് വൈറ്റമിൻ എ, ഡി, ഇ, കെ. എ, ഡി, ഇ, കെ ഇവയൊക്കെ എന്താണ്? ഇവയൊക്കെ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. അങ്ങനെയാണെങ്കിൽ ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ ഏതൊക്കെയായിരിക്കാം? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് നോക്കിക്കേ. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ എ, ഡി, ഇ, കെ ആണ്. എങ്കിൽ ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ ഏതെല്ലാമാണ്? നോക്കാം. കണ്ണ്, തൊലി, മുടി എന്നിവയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിനാണ് വിറ്റാമിൻ എ. എന്താണ്? കണ്ണിൻ്റെയും തൊലിയുടെയും മുടിയുടെയും ഒക്കെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിനാണ് ഏത്? വൈറ്റമിൻ എ എന്ന് പറയുന്നത്. വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളാണ് ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരള്, പയറില, ചേമ്പില, മുരിങ്ങയില. ഇതിലൊക്കെ എന്താണ്? വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരള്, പയറില, ചേമ്പില, മുരിങ്ങയില ഇതിലൊക്കെ എന്താണ്? വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. എന്താണ്? എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ജീവകമാണ് വൈറ്റമിൻ ഡി. കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിന് സഹായിക്കുന്ന ജീവകം ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ. ഇവിടെ പാലുൽപ്പന്നങ്ങളിൽ നിന്നും വൈറ്റമിൻ ഡി നമുക്ക് ലഭിക്കും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഭക്ഷണ സാധനങ്ങളിൽ നിന്നും മാത്രം ലഭിക്കാത്തൊരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. അത് സൂര്യപ്രകാശത്തിൽ നിന്ന് കൂടി ലഭിക്കുന്നതാണെന്ന് ഓർക്കുക. അതുപോലെ തന്നെ നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഏതാണ്? നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. ക്ലിയർ ആയല്ലോ? വൈറ്റമിൻ എ, ഡി, ഇ, കെ എന്നിവ കൊഴുപ്പിൽ ലയിക്കുന്നവയാണല്ലേ. നമ്മുടെ ശരീരത്തിൽ ഇവ കൊഴുപ്പ് കോശങ്ങളിലും കരളിലുമാണ് സംഭരിക്കപ്പെടുന്നത്. അതേസമയം ബിയും സിയും വെള്ളത്തിൽ ലയിക്കുന്നവയാണല്ലേ. വൈറ്റമിൻ എ ഭക്ഷണ സ്രോതസ്സുകൾ നോക്കിയാൽ ക്യാരറ്റ്, ചീര, മുരിങ്ങയില തുടങ്ങിയ സസ്യഭാഗങ്ങളിൽ നിന്നും വൈറ്റമിൻ എ കിട്ടുന്നുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഈ വൈറ്റമിൻ എ ഈ പറഞ്ഞ സോഴ്സുകളിൽ നിന്നൊന്നും നേരിട്ട് കിട്ടുന്നതല്ല. ബീറ്റ കരോട്ടിനാണ് ഇതിനെ വൈറ്റമിൻ എ ആക്കി ഇവയെ മാറ്റുന്നത് എന്നോർക്കുക. നമ്മൾ പറഞ്ഞു എ, ഡി, ഇ, കെ ഇതൊക്കെ ഈ വൈറ്റമിനുകളൊക്കെ തന്നെ എന്താണ്? കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. ജലത്തിൽ ലയിക്കുന്നത് വൈറ്റമിൻ ബിയും സിയും ആണെന്ന് ഓർക്കുക. വൈറ്റമിൻ അതുപോലെ തന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പാലിലും കരളിലും ഒക്കെ ഈ വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തു വെക്കുക. പിന്നെ നമുക്ക് സൂര്യപ്രകാശവും വൈറ്റമിൻ ഡിയും ഒന്ന് നോക്കുകയാണെങ്കിൽ സൂര്യപ്രകാശത്തിൽ നേരിട്ട് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടില്ല. സൂര്യപ്രകാശത്തിലെ UVB രശ്മികൾ ചർമ്മത്തിൽ പതിക്കുമ്പോൾ നമ്മുടെ ചർമ്മത്തിലുള്ള കൊളസ്ട്രോളിനെ ഉപയോഗിച്ച് ശരീരം സ്വയം വൈറ്റമിൻ ഡി നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെ സൺഷൈൻ വൈറ്റമിൻ എന്നും വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് സൺഷൈൻ വൈറ്റമിൻ? ഏതാണ്? വൈറ്റമിൻ ഡി ആണ് സൺഷൈൻ വൈറ്റമിൻ എന്ന് പറയുന്നത്.